വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ NIA അന്വേഷണം ആവശ്യപ്പെട്ട മുനമ്പം ജനത. സമരപന്തലിലെത്തിയ MT രമേശ്, BJP നേതാക്കളും ഭീമഹർജി ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ സമരം തുടരുമെന്ന മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച BJP. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ഇപ്പോൾ ഭീമഹർജി നൽകിയിരിക്കുകയാണ്. NIA അന്വേഷണം ആവശ്യപ്പെട്ട മുനമ്പം ജനത ഭീമഹർജി നൽകിയിരിക്കുകയാണ് BJP നേതാക്കൾക്ക്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം ജനത നടത്തുന്ന സമരം 158-ാം ദിവസം പിന്നിടുകയാണ്. അതിനിടയിൽ തന്നെയാണ് ഈ സമരം അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം മുൻനിർത്തിക്കൊണ്ട് നിലവിൽ BJP നേതാവായിട്ടുള്ള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MT രമേശിന് ഭീമഹർജി നൽകിയിട്ടുള്ളത്. അതായത് ഈ വഖഫ് സംരക്ഷണ സമിതി നേതാക്കളുടെ പശ്ചാത്തലം പരിശോധിക്കണം, അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ തന്നെ പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NIA അന്വേഷണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഭീമഹർജി നൽകപ്പെട്ടിരിക്കുന്നത്. MT രമേശ് ഭീമഹർജി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇക്കാര്യങ്ങൾ സമർപ്പിക്കുമെന്ന്, അത് കൈമാറുമെന്നാണ് MT രമേശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സമരം അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപവും പരാതിയും നേരത്തെ തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മുനമ്പം ജനത പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലൂടെ അട്ടിമറി ശ്രമം ഉണ്ടായാൽ കൂടി ഈ സമരവുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ ഈ സമരം തുടരുവാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ്. BJP ഐക്യദാർഢ്യം ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ കേന്ദ്രത്തിന്റെ വഖഫ് നിയമം വരുന്നുണ്ട്. അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. നേരത്തെ തന്നെ വഖഫ് ബില്ലിനെതിരായിട്ട് നിയമസഭയിൽ അടക്കം പ്രമേയം പാസാക്കിയ ഒരു പശ്ചാത്തലം കൂടി MT രമേശ് ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വഖഫ് നിയമത്തെ ഈ വഖഫ് ബില്ലിനെ അല്ലെങ്കിൽ വഖഫ് വരുന്ന പുതിയ വഖഫ് ബില്ലിനെ കൃത്യമായിട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കേരളത്തിലെ 19 MPമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് MT രമേശ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി അല്ലെങ്കിൽ ഭീമഹർജി നൽകിയിട്ടുണ്ട്. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനടക്കം കൈമാറിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് BJP പോകുക. ഒപ്പം തന്നെ അവസാന നിമിഷം വരെ മുനമ്പം സമരസമിതിയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം ഉണ്ടാകുമെന്നും BJP അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ജിജി ജോസഫ് അടക്കമുള്ള നേതാക്കളും സമരപന്തലിൽ എത്തിയിരുന്നു. എന്തായാലും മറ്റ് ദിവസങ്ങളിലും തുടർ സമരം ഉണ്ടാകുമെന്നാണ് മുനമ്പം ജനത അല്ലെങ്കിൽ സമരസമിതി അറിയിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശവും MT രമേശ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആശാവർക്കർമാരുമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച അത് പരിഹാസ്യം എന്നുള്ളതായിരുന്നു MT രമേശിന്റെ പ്രതികരണം. ഒപ്പം തന്നെ സംസ്ഥാനമെമ്പാടും SFIയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയാണെങ്കിൽ വൻ ലഹരി വേട്ട നടത്തപ്പെടുമെന്നാണ് MT രമേശ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനമെമ്പാടും ഈ ഒരു ലഹരിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് BJPയുടെ വിമർശനം. എന്തായാലും നിലവിൽ മുനമ്പം സമരസമിതി ഒരു ഭീമഹർജി നൽകിക്കൊണ്ട് ഈ സമരം അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങളെ തടയിടുക എന്നുള്ള ഉദ്ദേശം മുൻനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ NIA അന്വേഷണം ആവശ്യപ്പെട്ട മുനമ്പം ജനത. സമരപന്തലിലെത്തിയ MT രമേശും BJP നേതാക്കളും ഭീമഹർജി ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ സമരം തുടരുന്ന മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP.